Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Anjali, good evening. Good evening, ma'am. Good evening, Roji. Good evening, ma'am. Good evening. Okay. ഇപ്പൊ ആരാ പ്രേയർ ഇന്ന് പ്രേയർ സൗമ്യയുടെ പ്രേയറോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ആർ യു റെഡി? സൗമ്യ. Yes, ma'am. ഗുഡ് ഈവനിങ്. ജാദ ഗുഡ് ഈവനിങ്. ഓക്കെ, സൗമ്യ റെഡി ആണോ പ്രേയറിന്? അതെ മാം, റെഡിയാണ്. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. When sunrise is nature full of sounds, chirping birds, ghosting raspy patters, birds hopping everywhere, trees are dancing, winds are showing directions, dark clouds spreading all over, raindrops touching the ground, including all the sorrows and happiness, everything in its droplets. Let's thank God for giving such a beautiful scenes. Let's pray to God for helping to see this every day. Thank you, ma'am. ഓക്കെ സൗമ്യ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഏതൊക്കെ പ്രിൻസിപ്പിൾ ആയിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു ഹരിത? മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. എന്താ അതിൽ പറയുന്നത്? മാസ് ടു സ്പെസിഫിക് ട്രെൻഡിൽ എന്താ പറയുന്നത്? ഏർലി സ്റ്റേജസില് ബേബീസ് റിയാക്ട് ചെയ്യുന്നത് മാസീവ് റിയാക്ഷനിലായിരിക്കും. പിന്നീട് എങ്ങനെയാവുന്നത്? പിന്നെ അത് സ്പെസിഫിക് ആയിട്ട് ചേഞ്ച് ചെയ്യും. സ്പെസിഫിക് ഫോക്കസിലോട്ട് അത് ചേഞ്ച് ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്തായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റില് നെക്സ്റ്റ് വൺ എന്തായിരുന്നു? Large to small. ലാർജ് ടു സ്മോൾ. അതിലെന്താ പറയുന്നത്? ലാർജ് ടു സ്മോൾ ട്രെൻഡ്. ഓക്കെ, അതിലെന്തായിരുന്നു? ഏറ്റവും സ്ട്രോങ് ആവുന്നത് ലാർജ് മസിൽസ് ആണ്. അത് കഴിഞ്ഞാണ് സ്മോൾ മസിൽസ് സ്ട്രോങ് ആവുന്നത്. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജില് ഫസ്റ്റ് സ്ട്രോങ് ആവുന്നത് ഏതാണ്? നമ്മുടെ ലാർജ് മസിൽസ് ആണ്. പിന്നീടാണ് സ്മോൾ മസിൽസിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്ട്രോങ് ആയി മാറുന്നത്. ഓക്കെ, തേർഡ് ഏതായിരുന്നു? തേർഡ് ട്രെൻഡ് ഏതാണ് അല്ലെങ്കിൽ തേർഡ് പ്രിൻസിപ്പിൾസ് ഏതായിരുന്നു? സൂര്യ. സൂര്യയില്ലേ? സൂര്യ. ഓക്കെ ശില്പ, തേർഡ് സ്റ്റേജ് ഏതായിരുന്നു? ഓർ തേർഡ് പ്രിൻസിപ്പിൾ ഏതായിരുന്നു? സൂര്യ ആണോ? ആരാ? ശില്പ. ഓക്കെ ശില്പ, കണ്ടിന്യൂ. സെഫാലോകോഡൽ ട്രെൻഡ് ആണ് മാം. അത് ഹെഡ് ടു ഫുഡ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹെഡ് ടു ഫുഡ് ഡെവലപ്മെന്റ് ആണ് സെഫാലോകോഡൽ ട്രെൻഡിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? സൂര്യ. Surya is not here. Then ഓക്കെ, അപ്പൊ പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ്? നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഗീതു കണ്ടിന്യൂ. ബാക്കിയെല്ലാം ഓക്കെ. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡിൽ എന്താ പറയുന്നത്? വശങ്ങളിലേക്ക് സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി. ഓക്കെ. ദെൻ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്, അതിലെന്താ പറയുന്നത്? ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. അതിലെന്താ പറയുന്നത്? ആദ്യം രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ഒരു കൈ വെച്ചിട്ട് ചെയ്യുക.
ഓക്കെ, അഞ്ജലി എന്തായിരുന്നു അഞ്ജലി? ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്. ന്യൂ ബോൺസിനെ സംബന്ധിച്ച് അവര് എല്ലാ കാര്യങ്ങളും രണ്ട് കൈ ഉപയോഗിച്ചൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കൂടുതലും. പിന്നീട് അത് ഒറ്റ കൈയിൽ ഒരു ഫോക്കസ് ചെയ്ത് ഒരു കൈയിലേക്ക് മാറും. സ്പെസിഫിക് ആയിട്ട് മാറും അല്ലേ? ഓക്കെ. ദ ലാസ്റ്റ് വൺ ഈസ് മാക്സിമം ടു മിനിമം ട്രെൻഡ്. എന്തായിരുന്നു മാക്സിമം ടു മിനിമം ട്രെൻഡില്? ആദ്യമൊക്കെ നന്നായി എഫേർട്ട് ചെയ്യുന്ന കാര്യങ്ങള് പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. വെരി ഗുഡ്. ഫസ്റ്റ് ടൈമിൽ അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ്, ഒരു കാര്യം ചെയ്യണമെങ്കിൽ ധാരാളം എഫേർട്ട് ഇടണം അല്ലെ, എനർജി സ്പെൻഡ് ചെയ്യണം. പക്ഷെ എങ്ങനെയാണ് കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, റോൾ ഓഫ് ദ ടീച്ചർ ഇൻ മോട്ടോർ ഡെവലപ്മെന്റ്. മോട്ടോർ ഡെവലപ്മെന്റിലെ ടീച്ചറുടെ റോൾ. ഓക്കെ, അപ്പൊ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ടീച്ചർ എങ്ങനെയായിരിക്കണം? എങ്ങനെയുള്ള ടീച്ചറാണ് മോണ്ടിസോറി ടീച്ചേഴ്സ്? എങ്ങനെയുള്ളവരാണ്? അതായത് സ്പെസിഫിക് ക്വാളിറ്റീസ് ഉള്ള ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എങ്ങനെയാണ് ഓരോ ടീച്ചറും സ്പെസിഫിക് ക്വാളിറ്റീസ് ഉള്ള, യുണീക്ക് ക്യാരക്ടേഴ്സ് ഉള്ള, അല്ലെങ്കിൽ അത്തരം റോള് ക്യാരി ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കണം മോണ്ടിസോറി ടീച്ചർ എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു മോണ്ടിസോറി ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ടത് കമ്പയർ ടു ട്രഡീഷണൽ ടീച്ചർ? ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ നിന്നും എങ്ങനെയാണ് മോണ്ടിസോറി മെത്തേഡ് വ്യത്യസ്തമായിരിക്കുന്നത്? തീമാറ്റിക് ലേണിംഗ് ആണ്. അതേപോലെ തന്നെ ഫ്രീഡം വിത്തിൻ ലിമിറ്റ്, ഒരു ലിമിറ്റ് ഉണ്ടാകും, പക്ഷെ അത് ഇത് ചെയ്യാതെ. ഓക്കെ, ടീച്ചർ എങ്ങനെയായിരിക്കണം? ടീച്ചർ ജസ്റ്റ് ഒരു ഒബ്സർവർ ആയിരിക്കണം. ഓക്കെ, മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ടീച്ചർ എങ്ങനെയായിരിക്കണം? ഒരു ഒബ്സർവർ ആയിരിക്കണം. നമ്മൾ എല്ലാത്തിനും കുട്ടികളെ അസിസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മളുടെ നിർദ്ദേശങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഒരു ഒബ്സർവർ ആയിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുക? കുട്ടികളെ നിരീക്ഷിക്കുക. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഓരോ കുട്ടികളെയും ചൈൽഡിനെയും എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവരുടെ നീഡ്സ്, അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് എല്ലാം ഒബ്സർവ് ചെയ്യുക എന്നതാണ് ഒരു മോണ്ടിസോറി ടീച്ചറിന്റെ മെയിൻ ആയിട്ടുള്ള റോള് വരുന്നത്. ഓക്കെ, പിന്നെന്താണ്? ടീച്ചർ എങ്ങനെയായിരിക്കണം? ഒരു ഗൈഡ്. ഓക്കെ, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ ആകുന്നില്ലേ? ഓക്കെ, അപ്പൊ ടീച്ചർ ഓക്കെ, ഒരു ഗൈഡ് ആയിരിക്കണം റാദർ ദൻ എ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടർ. ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എങ്ങനെയാണ് മോണ്ടിസോറി ടീച്ചർ ഡിഫറെന്റ് ആയിരിക്കുന്നത്? ഒബ്സർവർ ആയിരിക്കണം. ഒബ്സർവർ ആയിരിക്കണം. പിന്നെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു വന്നത് ട്രഡീഷണൽ മെത്തേഡ് രീതിയിലാണ് അല്ലേ? ഇപ്പൊ നമ്മൾ മോണ്ടിസോറി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എന്തായാലും റിപ്ലൈ തരാതെ കുട്ടികൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യണം. അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന പോലെ ചെയ്യണം. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് നോക്കുന്നു, പഠിപ്പിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. മോണ്ടിസോറി എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നമ്മളെ വഴിയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരുന്നു. പിന്നെ എങ്ങനെയാണ് ഫ്രീഡം? എങ്ങനെയാണ് കുട്ടികൾക്കുള്ള ഫ്രീഡത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഫ്രീഡം സിയ കണ്ടിന്യൂ. സിയ, കുട്ടികളെ അവരുടേതായ രീതിയിൽ വിടുക. അവർ ചെയ്യുന്നത് എന്താണെങ്കിൽ അതിലൂടെ അവരെ കറക്റ്റ് ചെയ്യുക. ചെയ്യുന്നത് എന്തായാലും ആ രീതി തന്നെ ഫോളോ ചെയ്തിട്ട് അവരെ ജസ്റ്റ് ഗൈഡ് ചെയ്ത് കൊടുക്കുക. അത് ചെയ്യുന്നത് തെറ്റാന്ന് പറയരുത്. അതിന് ജസ്റ്റ് എക്സാമ്പിൾസ് കാണിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവരെ കുറെ പഠിപ്പിക്കണ ആ ഒരു ഇത് മാറ്റിയിട്ട് ആക്ടിവിറ്റീസിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക. ഓക്കെ, വെരി ഗുഡ് സിയ. അപ്പൊ എങ്ങനെയാണ് നന്നായിട്ട് ഗൈഡ് ചെയ്യുക അല്ലേ? അവർക്ക് ഫ്രീഡം, ധാരാളം ഫ്രീഡം നൽകുക. ഓരോ ആക്ടിവിറ്റീസ്, ഒരു അപ്പാരറ്റസ് സെലക്ട് ചെയ്യാനായാലും ഓരോ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായാലും അവർക്ക് എന്താണ് ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണ്? ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് അല്ലേ? എന്തൊക്കെയാണ്?
അത് ധാരാളം അപ്പാരറ്റസ് ഉണ്ട്, ധാരാളം മെറ്റീരിയൽസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം അവർക്കുണ്ട് അല്ലെ, ഇഷ്ടമുള്ള ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് മോണ്ടിസോറി ടീച്ചർ ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വാലിറ്റി എന്താണ് റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഓരോ കുട്ടികളുടെയും വ്യക്തിത്വത്തെ എന്താണ് റെസ്പെക്ട് ചെയ്യണം എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതിലെ റോൾ ഓഫ് ദി ടീച്ചർ ഇൻ മോട്ടോർ ഡെവലപ്മെന്റിൽ എന്താ പറയുന്നത്? ടീച്ചർ എന്താണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം. എന്തിനാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്? അതായത് ഡിഫറെന്റ് ഒബ്ജക്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനും യൂസ് ചെയ്യാനും അതുവഴി കുട്ടികളുടെ മാം കേട്ടില്ലേ മാം? എന്താ സിജി? സ്ക്രോൾ ചെയ്യാമോ? അതാണോ? ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? റോൾ ഓഫ് ദി ടീച്ചർ. മാം കേട്ടില്ലായിരുന്നു. റേഞ്ച് പോയില്ലെന്ന് തോന്നുന്നു. ആദ്യത്തെ പോയിന്റ് ഒന്ന് കാണിക്കാമോ? എന്തോ ഫസ്റ്റത്തെ പോയിന്റ് ഒന്ന് താഴേക്കൊന്ന് വലിക്കാമോ? റോൾ ഓഫ് ദി ടീച്ചർ ഇപ്പൊ സ്ക്രീൻ ക്ലിയർ അല്ലേ? അതെ. യെസ് മാം. യെസ് മാം. അതിന് മുമ്പിലത്തെ പോയിന്റ് നോട്ട് ചെയ്തില്ലായിരുന്നോ? അതിന്റെ മേളത്തെ നോട്ട് ചെയ്യാനായിരുന്നു. മാക്സിമം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതല്ലേ, പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സജന അല്ലേ? ഓക്കെ, ഇന്നത്തെ ടോപ്പിക് റോൾ ഓഫ് ദി ടീച്ചർ ആണ്. അപ്പൊ ജസ്റ്റ് മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ സജന, ക്ലിയർ ആണല്ലോ? റോൾ ഓഫ് ദി ടീച്ചർ കുട്ടികൾക്ക്. ഓക്കെ, അപ്പോ അപ്പൊ കുട്ടികളെ ടീച്ചർക്ക് എൻകറേജ് ചെയ്യാം. ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്താണ് ഡിഫറെന്റ് ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാനും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ എന്ത് ചെയ്യാം? എൻകറേജ് ചെയ്യാം. അതിലൂടെ എന്താണ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അവർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഒരു കുട്ടികൾക്ക് ഉണ്ടാകുന്നത്? ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും കുട്ടികൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്? അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ്. അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ട്. പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ എങ്ങനെയാണ്? സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് കൊടുക്കണം. ഹാൻഡ് കോർഡിനേഷൻ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികളുടെ ഐ ഹാൻഡ് ഇംപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ എന്താണ് കോർഡിനേഷൻ ഇംപ്രൂവ് ആവുന്നുണ്ട്. അവരുടെ ഓരോ സ്കില്ലുകൾ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പൊ എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് നൽകാൻ കഴിയും? നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? അവരുടെ ഡ്രോയിങ്, കളറിങ്, ക്ലേ ഒക്കെ വെച്ചിട്ട്. ഓക്കെ ശ്രീ, എന്താണ്? ക്ലേ ഒക്കെ വെച്ചിട്ട് ക്ലേ യൂസ് ചെയ്തിട്ട് ഓരോ മോഡൽസ് ഒക്കെ ഉണ്ടാക്കാൻ പറയുമ്പോ അവര് അവരുടേതായ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അവര് ചെയ്യും. അങ്ങനെയൊക്കെ അവരുടെ അങ്ങനെയൊക്കെ അവർക്ക് ഇംപ്രൂവ്മെന്റ്സ് വരും. ഓക്കെ, പിന്നെന്താണ്? മോൾഡിങ് ആൻഡ് ഷേപ്പിംഗ് വിത്ത് ഹാൻഡ്സ്. ഓക്കെ, വെച്ച് ഉണ്ടാക്കുമ്പോ അവർക്ക് ഓരോ ഐഡിയാസ് ഇമാജിനേഷനിലാണ് അല്ലെ, ഇമാജിനേഷൻ ഇംപ്രൂവ് ആവുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നൽകാം? പെയിന്റിംഗ്, ത്രെഡിങ്. പെയിന്റിംഗ് നൽകാം. പെയിന്റിംഗ് നൽകുന്നതിലൂടെ എന്തൊക്കെയാണ് അവർക്ക് ഇംപ്രൂവ് ആവുന്നത്? അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവുന്നുണ്ടോ? ബ്രഷ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണ്ടേ കുട്ടികള്? ഓക്കെ, അപ്പൊ പെയിന്റിങ്ങിലൂടെ അല്ലെങ്കിൽ എന്താണ് ബ്രഷിങ്ങിലൂടെ കുട്ടികൾക്ക് അവരുടെ ഐ ഹാൻഡ് അല്ലെങ്കിൽ എന്താണ് ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ആവുന്നുണ്ട്. ഈ പെൻസിൽസ് അല്ലെങ്കിൽ ബ്രഷ് ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് അവർ പഠിക്കുന്നുണ്ട്.
അപ്പൊ പെയിന്റിംഗ് ഒരു നല്ലൊരു ആക്ടിവിറ്റീസ് ആണ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റിന് പറ്റിയ ഒരു ആക്ടിവിറ്റീസ് ആണ് പെയിന്റിംഗ് ആൻഡ് ഡ്രോയിങ് ഓൾസോ. ഓക്കെ, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? സ്റ്റിച്ചിങ്. എന്തോ? സ്റ്റിച്ചിങ്. തുന്നുക. ത്രെഡിങ്. ഓക്കെ ഓക്കെ. പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. ക്ലിയർ ആയില്ല. പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്യാൻ ഷേപ്സ് കട്ട് ചെയ്യാനായിട്ടാണോ? അതാണ് ഉദ്ദേശിച്ചത്? ക്ലിയർ ആയില്ലോ പറഞ്ഞത്? അതെ അതെ അതെ. അപ്പൊ ഒരു സിസർ ഹോൾഡ് ചെയ്യാനായിട്ട് അതിന്റെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓരോ ഷേപ്സുകളൊക്കെ പഠിക്കും, റൈറ്റ്? ഓക്കെ, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ അത് കുട്ടികൾക്ക് എന്തൊക്കെയാ സ്റ്റേജ് ഡെവലപ്മെന്റ് സ്റ്റേജ് മനസ്സിലാക്കാനും നല്ലൊരു ടീച്ചർ എങ്ങനെയായിരിക്കണം? നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം. പിന്നെ എങ്ങനെയാണ് കുട്ടികളെ എൻകറേജ് ചെയ്യണം, ഇത്തരം ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനുമുള്ള എനർജി അല്ലെങ്കിൽ എന്താണ് മോട്ടിവേഷൻ കുട്ടികൾക്ക് നൽകേണ്ടത് ഒരു ടീച്ചറാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കേണ്ടത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഡ്രോയിങ്, പെയിന്റിംഗ് പറഞ്ഞു, പിന്നെന്തായിരുന്നു? കട്ടിങ്ങോ? ഓക്കെ, പിന്നെ ത്രെഡിങ്ങും സ്വിമ്മിങ് ഒക്കെ. അപ്പൊ കോൺസെൻട്രേഷൻ കിട്ടും. വെരി ഗുഡ്. കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആവുന്നുണ്ട് കുട്ടികളുടെ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് കൊളാഷ് എന്ന് പറഞ്ഞ പ്രവർത്തനം ഇല്ലേ? ഇപ്പൊ ഒരു മരം കൊടുത്തിട്ട് ഈ പേപ്പർ ഇങ്ങനെ കുറെ പിച്ച് കീറിയിട്ട് അതില് നമുക്ക് അത് ഒട്ടിക്കാൻ. അപ്പൊ നല്ല അതിന് കോൺസെൻട്രേഷൻ ചെയ്യാൻ പുറത്തു പോകാണ്ട്. അത് നല്ലൊരു പ്രവർത്തനല്ലേ? ഓക്കെ ഓക്കെ. വെരി ഗുഡ്. പിന്നെ എന്തൊക്കെ കൊടുക്കാം? പിന്നെ പേപ്പർ കട്ടിങ് അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ഇമേജ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഇമേജ് നമ്മൾ നേരത്തെ ഡ്രോയിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ സ്പെസിഫിക് ഏരിയയിൽ കളർ ചെയ്യാനായിട്ട് കൊടുക്കാം കുട്ടികളോട്, അല്ലെ? ഒരു സർക്കിൾ വരച്ചിട്ട് അതിനുള്ളിൽ തന്നെ പുറത്തോട്ട് പോകാതെ സ്പ്രെഡ് ആകാതെ അതിനുള്ളിൽ തന്നെ ആ സ്പെസിഫിക് ഏരിയ ഫിൽ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, പിന്നെ എന്തൊക്കെ കൊടുക്കാം? പ്രൊവൈഡ് ചെയ്യാം. എംബ്രോയിഡറി, തുന്നില്ലേ നമ്മള്, എംബ്രോയിഡറി ഇല്ലേ, ഹാൻഡ് എംബ്രോയിഡറി. അഞ്ജലി, ഹാൻഡ് എംബ്രോയിഡറി ഇല്ലേ മിസ്സേ? ക്ലിയർ ആവുന്നില്ലടാ എനിക്ക് ഭയങ്കര. ഹാൻഡ് എംബ്രോയിഡറി. ഓക്കെ ഓക്കെ. ഓക്കെ, പിന്നെ നമ്മൾ ഈ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് ചെറിയ കുട്ടികൾക്കാണെന്ന് ആലോചിക്കണം കേട്ടോ. ഫസ്റ്റ് ഓരോ ആക്ടിവിറ്റീസ് പറയുമ്പോഴും ചെറിയ കുട്ടികളെ ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതൊരു കയ്യിൽ ക്ലേ യൂസ് ചെയ്തിട്ട് ഓരോ ഒബ്ജക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഒരു ഗ്ലാസ് വെച്ചിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അത് പിടിച്ചോണ്ടിരിക്കുമ്പോൾ അവരുടെ കൈയുടെ ആണെങ്കിലും കോർഡിനേഷൻ ഒക്കെ ഓക്കെ ആകും. ബാലൻസിങ് ഉള്ള ഒരു ഓക്കെ. പിന്നെ എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കാം? മാച്ചിങ് പിക്ചർ. ഗ്രെയിൻസ് ഒക്കെ ഇല്ലേ മിസ്സേ? ഗ്രെയിൻസ്, ഡിഫറെന്റ് ഗ്രെയിൻസ് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് വേർതിരിക്കാനായിട്ട്. ഓക്കെ ഓക്കെ. സോർട്ട് ചെയ്യാനായിട്ടും ക്ലാസിഫൈ ചെയ്യാനൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ്? എന്തോ? പിക്ചർ പസിൽ സോൾവ് ചെയ്യുക, ഷർട്ടിൽ ബട്ടൺസ് ഇടുക, ഷൂലേസ് ടൈ ചെയ്യാൻ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് വീടുകളിൽ തന്നെ പ്രൊവൈഡ് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണല്ലേ? വീടുകളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കാം? അപ്പൊ നമ്മൾ റോൾ ഓഫ് ദ ടീച്ചർ ആണ് പഠിക്കുന്നത്, പക്ഷെ വീടുകളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആസ് എ പാരന്റിന് കൊടുക്കാം? സ്വീവിങ് ആക്ടിവിറ്റി, മറ്റേ ട്രാൻസ്ഫറിങ്, കുറച്ച് ഇപ്പൊ അവരുടെ ഫേവറേറ്റ് ഒരു ടോയ് എടുത്തിട്ട് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ വിതറിയിട്ട് അവർക്ക് അതിന്റെ ഒരു എന്താ പറയാ, ഒരു നിഴല് പോലെ വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിള്ളേർക്ക്. അവരൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് നോക്കുമ്പോൾ പൊടിയൊക്കെ അവിടെ ഇവിടെ വിതറി കിടക്കുന്ന അവരുടെ ടോയ് മാറ്റി കഴിയുമ്പോൾ ആ ടോയുടെ ഷേപ്പിൽ അവിടെ ഇത് വരും. ഇപ്പോഴാ മനസ്സിലായി. ഓക്കെ ഓക്കെ. കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം, അല്ലേ?
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ എന്താ ബെനിഫിറ്റ്? നമ്മളിത് കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഓട്ടോമാറ്റിക്കലി എന്താണ് അവരിത് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? അങ്ങനെയാണോ? ഇൻട്രസ്റ്റിംഗ്. അതെ മാം, അവർക്ക് എന്തെങ്കിലും റിവാർഡ് നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും ചെയ്യുമ്പോൾ യെസ് എന്ന് പറഞ്ഞ് നമ്മൾ റിവാർഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പൊ സ്റ്റാർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആണെങ്കിലും അവരത് കിട്ടുമ്പോൾ അവർക്ക് അത് ഹാപ്പി ആവും, ഇനി ചെയ്യണം എന്നൊരു തോന്നൽ വരും. അങ്ങനെ നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്ത്. ഓക്കെ സിജി, പക്ഷെ നമ്മുടെ മോണ്ടിസോറിയിൽ എന്താ പറയുന്നത്? റിവാർഡ് ഓക്കെ, എൻകറേജ് ചെയ്യാം, പക്ഷെ റിവാർഡ്സ് കൊടുക്കരുതെന്നാണ് മോണ്ടിസോറിയിൽ പറയുന്നത്. എന്താണ്? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവർ ഓട്ടോമാറ്റിക്കലി ഒരു എൻകറേജ്മെന്റിന്റെ ആവശ്യവും ഇല്ലാതെ തന്നെ അവരത് കംപ്ലീറ്റ് ചെയ്യും, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, റിവാർഡിന്റെ ആവശ്യമില്ല എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. പക്ഷെ യൂഷ്വലി എന്താണ് നമ്മൾ റിവാർഡ്സ് കൊടുക്കാറുണ്ട്, കുട്ടികൾ അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിലും വീണ്ടും ചെയ്യണമെങ്കിൽ റിവാർഡ്സ് കൊടുക്കണം അല്ലേ? നമ്മളിപ്പോ ഈ സ്റ്റാറൊക്കെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതും പാടില്ല ഇതില് മോണ്ടിസോറിയില്. ഓക്കെ, നമ്മൾ റിവാർഡ്സ് കൊടുക്കും, സ്റ്റാർസ് ഒക്കെ ഓക്കെ, റിവാർഡ്സ് കൊടുക്കില്ല. ഇപ്പൊ മിഠായി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസ് കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ വേണ്ട എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റി വീടുകളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ്? പാമ്പും കോണിയും കളിക്കണേല് നമുക്ക് അവരെ ചെറിയ ബോഡിയിൽ, അപ്പൊ അതിനകത്ത് അത് ആ പാമ്പ് വീഴണേക്കില്ലേ ഏണി കൂടെ കയറുന്ന, അതൊക്കെ അവരുടെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത ബുദ്ധിയുടെ ലെവലിൽ ഹൈപ്പ് ആക്കാനൊക്കെ സാധിക്കില്ല. അതുപോലെ ക്യാരംസ് ഗെയിം ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെ? നമ്പേഴ്സ് പഠിച്ചിരിക്കണം ഫസ്റ്റ് അല്ലേ? ക്യാരംസ് കളിക്കണത് അതിനകത്ത് ശ്രദ്ധ എഴുതിച്ചാൽ ആ ഞൊട്ടുമ്പൊക്കെ അതിന്റെ പൊസിഷനൊക്കെ നോക്കി അപ്പൊ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ നല്ല വികസനം ഉണ്ടാവുന്ന സഹായിക്കില്ല. കോൺസെൻട്രേഷനും ആ കൈ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതും അവർ പ്രോപ്പർ ആയിട്ട് അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം വീടുകളിൽ? നേരത്തെ പറഞ്ഞ പോലെ ബട്ടൺ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് സിബ് ഇടിപ്പിക്കാം, സിബ്. ഓക്കെ, എന്തോ എന്താ ഗീതു? അല്ല, ഡ്രസ്സുകളൊക്കെ ഇപ്പൊ മുതിർന്നവര് ചെയ്യണ പോലെ അവർ ചെയ്യണത് ശരിയായില്ലെങ്കിലും ജസ്റ്റ് മടക്കൊക്കെ വെക്കാനായിട്ട് പറയാം. ഫോൾഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. പിന്നെ പോറിംഗ് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോറിംഗ്, ഒരു വാട്ടർ ലിക്വിഡ് എന്താണ് പോർ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക ഫ്രം വൺ ബോൾ ടു അനദർ, മറ്റൊരു ബോളിലോട്ട് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുക. അത് കുട്ടികൾക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കും, എന്തൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്? ഗ്ലാസ് ഹോൾഡ് ചെയ്യാനായിട്ട് പിടിക്കും പഠിക്കും. ഓക്കെ, പിന്നെന്താണ് കോൺസെൻട്രേഷൻ, ഒരു ഗ്ലാസ്സിൽ നിന്നും മറ്റൊന്നിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് അത് നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് ചുറ്റും എന്താണ് തെറിക്കാതെ പ്രോപ്പർ ആയിട്ട് അതിനുള്ളിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യും അല്ലെ? അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യും. ഓക്കെ, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം വീടുകളിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്? നമ്മുടെ വീടുകളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാം ഇങ്ങനെ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടി? നമുക്ക് പച്ചക്കറിയൊക്കെ പറിച്ച് ഒരു തൊട്ടി കൊടുത്തിട്ട് ആ തൊട്ടിയിലേക്ക് പറിച്ചിടാനൊക്കെ, അപ്പൊ അത് എത്രണ്ണം ഉണ്ടെന്ന് എണ്ണി എടുക്കും അവര്. പിന്നെ അത് ആ പറിച്ചത് എന്തൊക്കെ സാധനമാണെന്ന് അത് ചോദിക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് ഒക്കെ. പറിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കണം അല്ലെ, ഒന്ന് പുഷ് ചെയ്യണം, അപ്പോഴല്ലേ പറിക്കാൻ പറ്റുള്ളൂ അല്ലെ? പുൾ ചെയ്യണം. അപ്പോ എന്താണ് അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ അവിടെ നടക്കുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് അല്ലെ? അത് ഹോൾഡ് ചെയ്യാനായിട്ട് അവർ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? നമ്മുടെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ചെടികൾ ഇപ്പൊ മഴ ആയതുകൊണ്ട് നനയ്ക്കുന്ന, വേനൽക്കാലത്തൊക്കെ നനയ്ക്കാനൊക്കെ നമ്മൾ ഓസ് വെച്ച് വെള്ളം സ്പ്രേ ചെയ്യാനൊക്കെ അതപ്പോ അവർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നനയ്ക്കലൊക്കെ. വെള്ളത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്? ഇപ്പൊ ഡൈനിങ് ടേബിളിൽ നിന്ന് പാത്രമൊക്കെ എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവരാൻ പറയാറുണ്ട്. ഓക്കെ, പാത്രം അവർ ഹോൾഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. പിന്നെന്താണ് നമ്മള് തുണി വിരിക്കൽ ചെയ്യിക്കും. പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ വാഷ് ബേസിനിൽ വെപ്പിക്കും. പിന്നെ ചെടി നനയ്ക്കല്, പിന്നെ തറ എടുക്കൊക്കെ ഫ്ലോർ ക്ലീൻ ആക്കല്, അങ്ങനെ അവരുടെ ഹെൽപ്പിങ് എന്തൊക്കെയാണ് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് അതൊക്കെ അവർ ചെയ്യും, സ്വയം ചെയ്യും. ഓക്കെ, വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ഇനി?
ശില്പ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട് ശില്പ? ഞാനിവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെയാണ് കൂടുതലും ചെയ്യാറ്. ശരി, ഓക്കെ. ഇപ്പൊ നമ്മുടെ ഇതില്ലേ ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്തിടുന്നത് പറന്നു പോകാതിരിക്കാനുള്ള, അത് പല കളറിലുള്ള ക്ലിപ്സ് ഉണ്ടാകും. അതൊരു പേപ്പർ ആ കളർ കൊടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്തിടാൻ പറയും. പിന്നെ നമ്മുടെ പഞ്ഞിയൊക്കെ വെച്ചിട്ട് അത് ഊതി താഴെ ചടിക്കാൻ ഒരുപാട് ദൂരെ. അപ്പൊ അവരുടെ മൗത്ത് ആക്ടിവിറ്റി ആയിട്ട്, മൗത്ത് എക്സസൈസ് പോലെ. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് 2 സൈഡിലേക്ക് വെച്ചിട്ട് ഒരു പന്ത് പതിയെ ഊതി ഊതി താഴേക്ക് ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിന്റെ സൈഡിൽ. താഴെ ഊതി ഊതി ഒരു ടേബിളിന്റെ ഇതിന് താഴേക്ക് ചാടിക്കാൻ പറയും. പിന്നെ അതേപോലെ തന്നെ ഒരു വോളിൽ ഇങ്ങനെ ഡബിൾ സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് ബോൾസ് ആദ്യം ഓരോ കളർ ബോൾസ് വെക്കും. അതിനുശേഷം ഇവനോട് അത് ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറയും. ആ കളർ അനുസരിച്ച് കളർ ഐഡന്റിഫൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ പറയും. പിന്നെ നമ്മുടെ പേപ്പർ ഒക്കെ വെച്ചിട്ട് 2 കൈയിലും ഓരോ പെൻസിൽ കൊടുത്തിട്ട് ഓരോന്ന് ബാലൻസ് ചെയ്ത് ഓരോ ക്ലാസ്സിലേക്ക് കറക്റ്റ് ആയിട്ട് ഇട്ട് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറയും. പിന്നെ അതേ ബോൾസ് തന്നെ കൈകൊണ്ട് ഇങ്ങനെ ഒന്നിന് മേളിൽ ഒന്നായിട്ട് ബാലൻസിങ് ആക്ടിവിറ്റി പോലെ ഒരു 4 പിരമിഡ് പോലെ അടക്കി വെക്കാൻ പറയും. സെയിം തന്നെ ഒന്നിനുള്ളിൽ ഒന്നായിട്ട് എടുത്ത് വെക്കാൻ പറയും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ടൂറിംഗ് ആക്ടിവിറ്റി പോലെ മറ്റേ ഇതൊക്കെ കൊടുക്കും, ഫയറൊക്കെ. പിന്നെ നമ്മുടെ ഒരു വലിയ ബോൾസ് ഒക്കെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ടിട്ട് ഫിഷിംഗ് ആക്ടിവിറ്റി ആയിട്ട് അതൊക്കെ കോരി മാറ്റിയിട്ട് വെക്കാൻ പറഞ്ഞ് നമ്മുടെ അരിപ്പില്ലേ, ചായക്ക് അരിക്കാൻ, അത് കൊടുക്കും. അരിച്ചെടുക്കാൻ. ഓക്കെ. അങ്ങനെ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റേ റബ്ബർ ബാൻഡ്സ് അങ്ങനെ പലതും കൊടുക്കാറുണ്ട്. ശില്പ കുറെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? ആരെങ്കിലും ഒക്കെ അത് ട്രൈ ചെയ്തായിരുന്നോ? കുട്ടികൾക്ക് ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തായിരുന്നോ? ധാരാളം അപ്പാരറ്റസ് നമ്മുടെ ശില്പ നമുക്ക് ഇന്നിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവൻ എടുക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അവനിപ്പോ ഇവിടെ എടുത്ത് വെച്ചിട്ട് പോയി ഒരെണ്ണം എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇത് മറ്റേ ഫിഷ് വരച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് മറ്റേ നമ്മുടെ ബഡ്സ് കുത്തി വെക്കാനും പറ്റും. അതേപോലെ തന്നെ ഇവിടെ ചെറിയ സ്ട്രോ ഇങ്ങനെ വെച്ചിട്ട് ഫിഷ് ബോണ്ട് ആക്ടിവിറ്റി ആയിട്ട് 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഇത് ക്ലിയർ ആയില്ലടാ, എന്തിനാ? ഇത് ഫിഷ് ബോൺ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കും. നമ്മുടെ ബഡ്സ് ഇല്ലേ, ബഡ്സ് 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഹോളില്, ഇത് നമ്മുടെ മറ്റേ ഇതാണ്, തെർമോക്കോളാണ് ഇത് ചെയ്തേക്കുന്നത്. അതിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ സ്ട്രോ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ വലിയ മറ്റേ ബഡ്സ് അതിന്റെ ഉള്ളില് ഫിഷ് ബോൺ പോലെ വെക്കാൻ പറയും. ഓക്കെ ശില്പ. ഓക്കെ, അപ്പൊ ധാരാളം ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ്? ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാം. അവരുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടി ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാം. എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഇപ്പൊ സോഫ്റ്റ് ബോൾ കൊടുത്തിട്ട് ത്രോയിങ് ആൻഡ് ക്യാച്ചിങ് കൊടുക്കാം അല്ലേ? എന്താണ് അത് ത്രോ ചെയ്യാതെ ക്യാച്ച് ചെയ്യാൻ പറയാം കുട്ടികളോട്. അപ്പൊ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാം? അവരുടെ ലാർജർ മസിലിന് അല്ലെങ്കിൽ ഗ്രോസ് മസിൽസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റിനാണ് അല്ലെ? പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ബ്രഷ് ചെയ്യാം അല്ലേ? ഇനി ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടി എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കാം? ഒരു പന്തൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അവർക്ക് താഴെ ഇങ്ങനെ നിലത്ത് കട്ട പോലെ വരച്ചു കൊടുത്തിട്ട് അവരോട് ചാടി പോയിട്ട് ഒരു 5-6 എണ്ണം കട്ട പോലെ വരയ്ക്കണം. എന്നിട്ട് ഒരിടത്തുനിന്ന് അത് എടുത്ത് കൈ പിടിച്ചിട്ട് ചാടി പോയി അടുത്തടുത്ത് പ്ലേസ് ചെയ്തിട്ട് വരാൻ പറയണം. തിരിച്ചും അതേപോലെ തന്നെ ചാടി വരാൻ പറയണം. ഓക്കെ, അവിടെ എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ കൊടുക്കാം? സൂര്യ, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പറയൂ. സൂര്യ പോയോ? ഓക്കെ, ഏതെങ്കിലും ആക്ടിവിറ്റീസ് or anybody? Climbing up and climbing.
ഗിഫ്റ്റ് എന്താ പറഞ്ഞത്? പ്ലാന്റിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ഗ്രോസ്, നമ്മുടെ ലാർജ് മസിൽസ് സ്ട്രോങ് ആവാനായിട്ടുള്ള ആക്ടിവിറ്റീസ്. സെയിം പോലെ തന്നെ ഇവരെ കിടത്തണം. താഴെ കിടത്തിയിട്ടില്ലേ, ഒരു സൈഡിൽ ഒരു പാത്രത്തില് ബോൾസ് കുറെ വെക്കണം. എന്നിട്ട് അവരോട് കാല് പൊക്കി വെക്കാൻ പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് ബോൾ എടുത്തിട്ട് ചെരിഞ്ഞ് ഇപ്പുറത്തെ സൈഡില് ബാസ്കറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ പറയണം. ഓക്കെ. ശില്പ, ഇപ്പൊ ഈ നമ്മൾ ചെറുപ്പത്തിലെ കുളം കരാന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കില്ലേ, അങ്ങനത്തെ പല കളികളൊക്കെ കൊടുത്തിട്ട് കളിപ്പിച്ചു. എല്ലാ ദിവസവും അങ്ങനത്തെ ഓരോ കളികൾ കൊടുത്തിട്ട്. മാം അതുപോലെ ഒരു സർക്കിളിനകത്ത് കുറച്ച് സ്റ്റോൺസ് കല്ലുകൾ കൊണ്ടുവച്ചിട്ട് ഇപ്പുറത്ത് ഒരു സർക്കിൾ വരയ്ക്കുക, അവിടുന്ന് ഒരു കല്ല് എടുത്തിട്ട് ഓടി വന്ന് സർക്കിളിൽ കൊണ്ടുവയ്ക്കുക, അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 2 ഗീതമുണ്ട്, റൈറ്റ്? അതെ അതെ, 2 ഗീതമുണ്ട്. 3 ഗീതമുണ്ട്. എല്ലാ ഒരുപാടുണ്ട് മാം. ശില്പയുണ്ട്, അഞ്ജലി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുകള് 2 പേരും 3 പേരൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഗീതുവിന് ഒരു ഗീതുവിന് എനിക്കറിയാം, ഫെമിലിയർ ആണ്. മാം ഞാൻ കുറച്ച് ക്ലാസ് ഒക്കെ എനിക്ക് മിസ്സിംഗ് ആയിരുന്നു, ഞാൻ ഇപ്പൊ കുറച്ച് ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. മാം അതേപോലെ ഞാനും ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നെ കൂടാതെ വേറൊരു രമ്യയുണ്ട്. എന്റെ ഇത് കെ ആണ് കിടക്കണത്, കീപ് സ്മൈലിംഗ് എന്നും പറഞ്ഞു. എന്റെ പേര് രമ്യയാണ്. ഇങ്ങനെ വേറൊരു രമ്യയുണ്ട്. രമ്യാണതല്ലേ? ഓക്കെ, കീപ് എന്ന് പറഞ്ഞു കിടക്കണം. ഓക്കെ രമ്യ. അപ്പൊ രമ്യ ഒരു ആക്ടിവിറ്റീസ് പറയൂ, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് പറയൂ രമ്യ. എന്റെ മാം ഞാൻ എന്ത് പറയാനാണ്, എന്റെ പിള്ളേരൊക്കെ വലുതായില്ലേ, കുഞ്ഞിക്കാലമൊക്കെ കഴിഞ്ഞില്ലേ. എന്റെ കുഞ്ഞുനാളിലേക്ക് ഞാനും ഈ വക ആക്ടിവിറ്റീസ്, ബോള്, ഈ കുളങ്കര, ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ, പല കളറിലത്തെ ബീഡ്സ് മേടിച്ചിട്ട് ഒരു ത്രെഡിൽ ഇങ്ങനെ കോർക്കാനായിട്ടൊക്കെ കൊടുക്കുമായിരുന്നു. ഐ ഹാൻഡ് കോർഡിനേഷൻ. പിന്നെ എന്താ പറയണത്, കുഞ്ഞുനാളിൽ ഈ ട്രൈസൈക്കിള് അതിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ശരീരം മൊത്തം ബാലൻസിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മസിൽസ് സ്ട്രെങ്തൻ ആകും, അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെ മേഡം. ഓക്കെ. പിന്നെന്താണ്, റണ്ണിങ് ജമ്പിങ് ഒക്കെ കൊടുക്കാൻ കുട്ടികൾക്ക്. ഓക്കെ, റിങ് ഇല്ലേ മിസ്? പിന്നെ അതുപോലെ റിങ് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റില്ലേ നമ്മള് പോവാതിരിക്കാൻ വേണ്ടിട്ട്, റിങ് ഇട്ടിട്ട് അതിലിങ്ങനെ കറങ്ങില്ലേ, ഹോൾഡ് ചെയ്തിട്ട്. എന്താ അതിന്റെ പേര് എനിക്കറിയില്ല, എന്താ അത്, അതിനെ പറയണ എന്താ? ഞാൻ പറഞ്ഞേ, റിങ് ഇട്ടിട്ട് കറങ്ങുന്നത്. പേരറിയില്ല, സംഭവം മനസ്സിലായി. ഓക്കെ. പിന്നെ അതുപോലെ ഒരു റിങ് ഇല്ലേ, റിങ് എടുത്തിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് PT ചെയ്തിരുന്ന, നമ്മള് കുറച്ച് കുട്ടികൾ അവിടെ ഇവിടെ നിന്നിട്ട് എറിയും, എന്നിട്ട് അവരത് പിടിക്കും, ക്യാച്ച് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നത്. ബോളല്ല, റിങ്ങില്ലേ നമ്മളിപ്പം ഒരു ഇടുന്ന റിങ്ങില്ലേ, നമ്മള് കുട്ടികളെ ഇപ്പൊ പല കളറായിട്ട് ഇടുന്ന പോലത്തെ അങ്ങനത്തെ റിങ് എടുത്തിട്ട് എറിഞ്ഞു കൊടുക്കും. റബ്ബർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയതല്ലേ? അതിങ്ങനെ കുറച്ചകലേക്ക് ഇങ്ങനെ എറിയുമ്പം അതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് അങ്ങനെ പിടിക്കുന്ന പരിപാടിയുണ്ട്. മനസ്സിലായിട്ട്. ഓക്കെ അഞ്ജലി. ഓക്കെ, അപ്പൊ ഇത്തരം ധാരാളം ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസിനായാലും അവരുടെ ലാർജ് മസിൽസ് സ്ട്രോങ് ആവാനായിട്ടായാലും ഇത്തരം ആക്ടിവിറ്റീസ് കൊടുക്കണം. അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് നമ്മൾ റോൾ ഓഫ് ദ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കണേ, ക്ലാസ് റൂമിൽ കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ക്ലാസ് റൂമിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആ കൊടുക്കാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഡ്രോയിങ്, അല്ലെങ്കിൽ എന്താണ്, പെയിന്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ബിൽഡിംഗ് ബ്ലോക്സ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാം അല്ലെ? അവർ പ്രോപ്പർ ആയിട്ട് അത് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം അല്ലേ? അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട്, കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരുന്നു? ക്ലാസിഫൈ, ക്ലേ മോഡൽ പറഞ്ഞു അല്ലേ? പിന്നെന്തായിരുന്നു? സോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കാം. പിന്നെന്തായിരുന്നു? പിന്നെന്തൊക്കെയാ പറഞ്ഞത്? പ്ലേയിങ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, പ്ലേയിങ് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാനായിട്ട് ഡ്രംസ് പോലുള്ളവ പ്ലേയിങ് ഇൻസ്ട്രുമെന്റ് ഒരു ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ്?
അപ്പൊ ധാരാളം ആക്ടിവിറ്റീസ് ഇതുപോലെ കുട്ടികളുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാം നമുക്ക് ഈ ടൈമില്. റോൾ പ്ലേ ഓർ ആക്ഷൻ സോങ്. ഓക്കെ, ആരാണ് ഇന്ന് റോൾ പ്ലേ ഓർ ആക്ഷൻ സോങ് റെഡി ആയിട്ടുള്ളത്? റോൾ പ്ലേ ആക്ഷൻ സോങ് പറയുമ്പോൾ ധാരാളം പാർട്ടിസിപ്പൻസ് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ അത്? ആരൊക്കെ ചെയ്യാത്തത്? ഞാൻ ചെയ്തതാണ്, ഒരിക്കൽ കൂടി ചെയ്തോട്ടെ. റോൾ പ്ലേ റോജി. റോജി ചെയ്തോളൂ. 1 സെക്കൻഡ്, ഞാൻ പേന പേപ്പർ എടുത്തോട്ടെ ഒന്ന്. ജിബി. യെസ് മാഡം. ജിബി ആണോ പറഞ്ഞത്? അതെ. റോജി. ഫസ്റ്റ് ജിബി സ്റ്റാർട്ട് ചെയ്തോളൂ, ദെൻ നെക്സ്റ്റ് റോജി. ഓക്കെ ഓക്കെ ഓക്കെ. ജിബി തുടങ്ങിക്കോട്ടെ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. വെയിറ്റിംഗ് ബസ് സ്റ്റോപ്പ്. റോൾ പ്ലേ ആണ്. റോൾ പ്ലേ. വെയിറ്റിംഗ് ബസ് സ്റ്റോപ്പ്. Come to two children. What is study? You? No, no study. English homework. No, അത് no. No. പ്രിപ്പയർ ചെയ്തതാണോ? പ്രിപ്പയർ ചെയ്തായിരുന്നോ കോൺവെർസേഷൻ? ചെയ്തിരുന്നു, അത് കിട്ടണില്ല. കൂളായിട്ട് ചെയ്തോളൂ, ടെൻഷൻ ഒന്നും അടിക്കണ്ട. Waiting bus stop. Come. There are come to two children. Use studying English. No, I am studying. I am studying. Good. I go to bus. I go to bus. Yes. Go to bus. Thank you. ക്ലിയർ ആയില്ലടാ, ക്ലിയർ ആയില്ല. മാം ഞാൻ ചെയ്തോട്ടെ. റോജി. ജിബി നെക്സ്റ്റ് ടൈമിൽ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ ജിബി. ക്ലിയർ ആവില്ല. റോജി കണ്ടിന്യൂ. റോജി സ്റ്റാർട്ട് ചെയ്തോളൂ. Lucy, Mia and Jack are friends when you they meet the park. Lucy, good morning Mia. Good morning Jack. Mia, hi, good morning Lucy. Jack, hello Lucy. Lucy, hi, have you been waiting for me long time? Jack, no, we arrived. Mia, hi, come, let's all play. Lucy, oh, let's go, okay. That kinds play together for the long time. That time you miss sad. Mia, let's go on trip. This weekend and we are out of family. Jack, that is good idea. Lucy, we will also be the parents. Mia, okay. Jack, come on, let's all play. Thank you. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ പ്രെയർ സോങ് കഴിഞ്ഞതാണേ. അന്ന് അടുത്ത ക്ലാസ്സിൽ ചെയ്തോര് പിന്നെയും ചെയ്യണോ? പ്രയർ സോങ്ങോ? ഞാൻ കഴിഞ്ഞ ജിഷ മാമിന്റെ ക്ലാസ് അത് കഴിഞ്ഞതാ, എന്റെ 3ഉം കഴിഞ്ഞതാ. എന്താ മിസ്സേ പറഞ്ഞ കേട്ടില്ല, മനസ്സിലായില്ല. ആക്ഷൻ സോങ് ആണോ? ആക്ഷൻ സോങ് അല്ല, പ്രയർ സോങ്. ആർക്ക് വേണമെങ്കിലും പ്രയർ സോങ് ചെയ്യാം. ഓക്കെ ഓക്കെ മിസ്സേ, താങ്ക് യു.
ഹസീനയാണോ പറഞ്ഞത്? ഹസീന. അതെ അതെ, റോൾ പ്ലേ പറഞ്ഞോട്ടെ. A conversation between a teacher and a student. Teacher: Rahul, bring your English homework copy to me. Student: Sorry sir, forgot my notebook at home. Teacher: Did you do your homework? Uh, Student: Yes sir, but I left my notebook at home. Teacher: How is it possible? I think you have not completed your homework and it is just an excuse. Student: Sorry sir, in fact I went to a marriage yesterday. Student: Do you prefer other things to studies? Student: My father asked me to go there. Teacher: That's right. After coming back, you could have completed your homework. Student: It was late at night when I came back. Teacher: If you do not work regularly, you will fail in the exams. Keep in mind and that regularity conquers the mountain. Student: Next time I shall be careful. Student: One more thing. There is nothing important than studies in the world. Student: Teacher: Now you must develop your routine and show me your notebook tomorrow. Student: Okay sir, I will complete my notebook today. Teacher: Now you sit down. Student: Thank you sir. Thank you ma'am. Okay, Hasina. Okay. Then Arsha. Yes ma'am. And actions on there ma'am. Okay, action. കാണുന്നുണ്ടോ? കാണാം, clear ആണ്. 5 finger, I can clap. 4 finger, I can write. സൗണ്ട് കുറവാണല്ലോ. കേൾക്കുന്നില്ല? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. 5 finger, I can clap. 4 finger, I can lay. 3 finger, I can pick up. 2 finger, I can be a rabbit. 1 finger, I can be quiet. Thank you ma'am. Okay, അർഷനെ ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത് അർഷ? ഞാൻ എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അധികം ഞാൻ മെസ്സേജ് ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്. Okay, അർഷ. Then Sony. Sony. മാം ഞാൻ പറഞ്ഞോട്ടെ. Then Riya. ആക്ഷൻ സോങ് ആണ്. കേൾക്കാമോ? കേൾക്കാം. How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5. 6, 7, 8, 9, 10. 1, 2, 3, 4, 5. 6, 7, 8, 9, 10. 1, 2, 3, 4, 5. 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands with me. Thank you, teacher. Okay. നന്നായിട്ട് ചെയ്യും. ഓക്കെ, ഒരു കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ ഹൗ മെനി ഫിംഗേഴ്സ് ആ റൈം ആര് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ കുറെ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ നേരത്തെ ആർഷ കൈ എടുത്തോളൂ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഈ ഹൗ മെനി ഫിംഗേഴ്സ് ആയിരിക്കുന്നത്. ഓക്കെ, ധാരാളം റൈംസ് ഉണ്ട് അല്ലെ? ഇത് മാത്രമല്ല, വേറെ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പൊ അതിലേതെങ്കിലൊക്കെ സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരായിരുന്നു? അയ്യോ, ആരോ മാം ഞാൻ റോൾ പ്ലേ ചെയ്യട്ടെ മാം? ഓക്കെ ഓക്കെ. സിജിയാണ്. സിജി, ഓക്കെ. Scene 1 at Pinky's home. Early morning, Pinky woke up,
but was not feeling happy to go to school. She was thinking how to get sick. Pinky, let me play with the doll. Oh, it's boring. Let me make the doll sleep. But I need a blanket. Where will I find it? She found it at the corner of her room. Yes, it's there in the laundry basket. At the same time, germs are waiting to climb to Pinky's body to make her sick. Scene 2, her mother is entering into the room. She was walking towards the basket. Suddenly, her mom entered and told her, Pinky, don't touch dirty clothes. It will make you sick. I will give you fresh and clean ones. Pinky, okay, mommy. Mom said, let me wash the clothes. And she put all the clothes in the soap water and washed it. And after that, she came back to her daughter and told her, Pinky, come here. I need to tell you something important. You should not touch or use dirty clothes when it is in the laundry basket. You should ask a new one when you need it. It may make you sick and spoil your health. Thank you, ma'am. ഓക്കെ സിജി പ്രൊനൗൺസിയേഷൻ ആയിരുന്നു, പിന്നെ സൗണ്ട് മോഡുലേഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നു. ഓക്കെ, Thank you, ma'am. നന്നായിട്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് തരാം. സിജി, ഹസീന, റോജി, ജിബി, ആർഷ, പിന്നെ ആരായിരുന്നു? ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ ചെയ്തത്. ജിബി, റോജി, ഹസീന, ആർഷ, സിജി. ഓക്കെ, റിയ റിയ പ്രിയ, റിയ. ഓക്കെ, റിയ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് റോൾ ഓഫ് ദി ടീച്ചർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? നമ്മുടെ ടീച്ചർ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ ഓരോ ഗൈഡൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വെർബലി അത് ലെസൺ ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത്, വെർബലി അത് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം. അതാണോ? ഏതാണ് കൂടുതൽ മോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്? ഏതാണ്? നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതാണോ നല്ലത്? അത് ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണത്? അതാവുമ്പോ അവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും, അതുങ്ങളുടെ മനസ്സിൽ കയറും. ഓക്കെ, പിന്നെ പറയല്ലേ നമ്മൾ കേട്ടറിഞ്ഞ് പഠിക്കുന്നതിനെ നല്ലത് കണ്ടറിഞ്ഞ് പഠിക്കാന്ന് പറയില്ലേ? കണ്ടറിഞ്ഞ് പഠിക്കണം അല്ലേ? എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. മോണ്ടിസോറിയിൽ നമ്മൾ എന്താണ് കൂടുതൽ കാര്യങ്ങൾ അവരെ കാണിച്ചു കൊടുക്കണം അല്ലേ? ഓക്കെ, പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്? അവരുടെ മെമ്മറിയിൽ അത് സ്റ്റിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ? ഇത് എക്സിസ്റ്റ് ചെയ്യും മെമ്മറിയിൽ എപ്പോഴും. പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ഒരു കുട്ടിക്ക്? വേറൊരു ബെനിഫിറ്റും ഇല്ല. കേൾക്കുന്നത് മറന്നു പോകും, കാണുന്നത് മറക്കാറില്ല. ഓക്കെ, കാണുന്നത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവും അല്ലേ? കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? കേട്ടും കണ്ടും ചെയ്തും പഠിക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കില്ല മാം, അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. അതെ. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഇപ്പൊ കുട്ടികൾക്ക് ഓരോ ഗൈഡൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സിന് എങ്ങനെയാണ് നമ്മളത് ചെയ്തു കൊടുക്കണം? വെർബലി ലെസൺ ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നമ്മളത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, പിന്നെന്താണ്? കോൺസ്റ്റന്റ് പ്രാക്ടീസ്. ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത് അല്ലേ? ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും ഏതൊരു സ്കില്ല് പഠിച്ചെടുക്കണമെങ്കിൽ എന്താണ്? റിപ്പീറ്റേഷൻ ഇസ് മസ്റ്റ്, റൈറ്റ്? റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കണം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ?
യെസ് മാം, അവർക്ക് പ്രാക്ടീസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം, എന്നാലാണ് അവരത് പിന്നെയും പിന്നെയും ചെയ്ത് അതൊന്നും കൂടി അവര് നല്ലോണം അത് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യും. സെറ്റ് ആവണത് എങ്ങനെയാണ്? നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് അത് മൈൻഡിൽ സെറ്റ് ആകുന്നത് അല്ലേ? പിന്നെന്താണ്? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ മാം. ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൈയക്ഷരം നന്നാവാനായിട്ട് 4 ലൈൻ കോപ്പി 2 ലൈൻ കോപ്പി ഒക്കെ എഴുതിപ്പിക്കും. ഇങ്ങനെ എഴുതി അത് തുടർച്ചയായിട്ട് ദിവസവും ഇങ്ങനെ എഴുതിച്ചല്ലേ അതുങ്ങളുടെ പ്രാക്ടീസ് കൊടുത്തല്ലേ അതുങ്ങളുടെ കൈയക്ഷരം നന്നാക്കുന്നത്. റേറ്റിംഗ് ആവുന്നത് എങ്ങനെയാണ്? വെരി ഗുഡ് രമ്യ, നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. കോൺസ്റ്റന്റ് പ്രാക്ടീസ് കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. മേഡം, നമ്മളുണ്ടല്ലോ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം അവരോട് അത് എഴുതി ചെയ്യിപ്പിച്ച് പിന്നെ കണ്ടും കാണിച്ചും കൊടുക്കുമ്പോൾ പിന്നെ അത് അവരെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവര് ഒരിക്കലും മറക്കില്ല. അത് മരണം വരെ മറക്കാതിരിക്കും. യൂസ് ചെയ്താൽ അത് ഒരിക്കലും മറക്കില്ല അല്ലേ? ഇതേപോലെ തന്നെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും പഠിക്കുന്നത്. ശരിക്കും പാട്ടുപോലെ ഇതങ്ങ് പഠിച്ചാലും നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മളിത് മറക്കുവോ? ഇല്ല, മറക്കൂല. പക്ഷെ ആദ്യത്തെ ടൈമിൽ നമ്മൾ കുറെ കഷ്ടപ്പെട്ടത് പഠിച്ചെടുക്കാനായിട്ടല്ലേ? പക്ഷെ ഇവൻച്വലി നമുക്കത് ബൈ ഹാർട്ടാണ്. ഓക്കെ, പിന്നെ ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുന്തോറും നമ്മൾ അതിലെ മിസ്റ്റേക്സ് കുറഞ്ഞു വരും, പിന്നെ പെർഫെക്റ്റ് ആവും. ടീച്ചറെ, എന്തോ രമ്യ ടീച്ചർ വന്നല്ലോ, പറയൂ. നമ്മള് കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചു തുടങ്ങുമ്പോഴേ മലയാള ലെറ്റേഴ്സ് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതിപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പഠിച്ചു വരുന്നത് വെച്ചാല് നമ്മൾ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് വെച്ചിട്ട്, ഇപ്പൊ റാ വെച്ചിട്ട് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാച്ചാ കുഞ്ഞിന്റെ ആരെങ്കിലും റാ ചേർത്തുള്ള പേരുണ്ടെങ്കിൽ ആ പേരെഴുതി നമ്മൾ റാ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് അങ്ങനെ ഫെമിലിയർ അവർ കുട്ടികൾക്ക് ഓരോ കുട്ടികളും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പഠിപ്പിക്കാം. അപ്പൊ ആ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് വെച്ചിട്ട് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കും. അതവർക്ക് ഒരുപാട് പിന്നെ അവരെ അക്ഷരം കണ്ടാലും എന്നതുപോലെ വേഗം പെട്ടെന്ന് അവർ ക്ലിക്ക് ആവുന്നുണ്ട്, പഠിച്ചു വരുന്നുണ്ട് അവര് ആ ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അംഗനവാടിയിലാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? അല്ല, ഞങ്ങൾ പ്രൈവറ്റ് നഴ്സറി ആണല്ലോ. ഓക്കെ. അപ്പൊ എന്റെ മോൻ ഇങ്ങനെ അംഗൻവാടിയിൽ ഇപ്പോ ഈ വർഷം LKG ആയിട്ടുള്ളൂ. അപ്പൊ ആള് അംഗൻവാടിയിലാണ് പോയിരുന്നത്. അപ്പൊ അവിടുത്തെ ടീച്ചർ പഠിപ്പിക്കുന്നത് ഓരോ ലെറ്റേഴ്സിനും ഓരോ പേര് കൊടുത്തിട്ടാണ്. സി ഫോർ അതേപോലെ കാറ്റിന്റെ സി അല്ലെങ്കിൽ പൂച്ചയുടെ സി പഠിപ്പിക്കുന്നത്. അപ്പൊ ഓരോ കാണിച്ചവൻ പറയുന്നത് കാറ്റിന്റെ സി ആണെന്ന് പറയുള്ളൂ. സി എന്ന് പറയില്ല, ഇത് കാറ്റിന്റെ സി, എലിഫന്റിന്റെ ഇ, അങ്ങനെ അത് മാറ്റിയെടുക്കാൻ കുറെ കഷ്ടപ്പെട്ട്. ഇല്ല, അത് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച് പിന്നെ അവരെ 2-3 മാസം അങ്ങനെ പറയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് വായിപ്പിക്കും. ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ഓക്കെ, ചില ലെറ്റേഴ്സ് അങ്ങനെയാ പറയുന്നത്, കാറ്റിന്റെ സി, എലിഫന്റിന്റെ ഇ. ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോൾ അവർക്ക് അത് കിട്ടില്ല. വെച്ചാല് മലയാളം ആകുമ്പോ നമ്മൾ ആ ഒഴുക്കിനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാട്ട് പോലെ ലെറ്റേഴ്സ് പഠിപ്പിക്കുകയാണല്ലോ. മലയാളം അങ്ങനെ കിട്ടും, ഇംഗ്ലീഷ് അങ്ങനെ കിട്ടില്ല. ഇംഗ്ലീഷ് നമ്മൾ ABCD തന്നെ പറഞ്ഞ് അവരെ ചെയ്യും. പിന്നെ ഈ മലയാളം പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ മണലിൽ എഴുതി പഠിപ്പിക്കുക. അത് എളുപ്പമുള്ള അക്ഷരം മുമ്പ് പഠിപ്പിക്കുക. റാ കഴിഞ്ഞിട്ട് രാ പഠിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് താ പഠിപ്പിക്കുക, അതിന് ഞാ പഠിപ്പിക്കുക, അതിന് പാ പഠിപ്പിക്കുക, വാ പഠിപ്പിക്കുക. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള അക്ഷരങ്ങൾ മുമ്പ് പഠിപ്പിച്ചിട്ട് വേണം എന്നൊക്കെ പഠിപ്പിക്കാൻ. അപ്പൊ ഓർഡറില് പിന്നീട് നമ്മള് പാടുള്ള അക്ഷരങ്ങൾ ബാക്കിൽ വരുമ്പോ അവർക്ക് പിന്നെ അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഏത് അക്ഷരം കണ്ടാലും ഇന്ന അക്ഷരാന്ന് അവര് ഓർഡറിൽ പറയാണ്ട് തന്നെ അവര് പറയുകയും ചെയ്യും. നമുക്ക് ഓർഡറേക്കാളും ഇമ്പോർട്ടന്റ് ലെക്ചർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം അല്ലെ? കുട്ടികൾക്ക് ആ ലെക്ചർ എവിടെ കണ്ടാലും അത് മനസ്സിലാകണം. അതാണ് ഓർഡറിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? നമുക്കറിയാം ഇപ്പൊ LKG തന്നെ ഇപ്പൊ ഓരോ ലെറ്റേഴ്സിന് പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ അല്ലെ? ആ പെൻസിൽ ഹോൾഡ് ചെയ്യാനായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെന്തൊക്കെയാണ്?
ഇനി അത് അക്ഷരങ്ങൾ വെച്ചിട്ട് ഓരോ ചിത്രങ്ങളുണ്ട്. ഇപ്പൊ ഊ വെച്ചിട്ട് ഒച്ചിനെ വരയ്ക്കാം. അങ്ങനെ നമ്മള് അക്ഷരങ്ങൾ വെച്ചിട്ട് പല ഈ ചിത്രങ്ങളും വരയ്ക്കാം. അപ്പൊ ഓരോ മൃഗത്തിന്റെ പൂ അങ്ങനെയൊക്കെ പക്ഷികളുടെ ഒക്കെ. അപ്പൊ അവർക്ക് അതുപോലെ അക്ഷരങ്ങൾ ഓർത്തിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ. പിക്ചർ ക്ലിയർ ആണ്. അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഈ LKG UKGയിലുള്ള പിള്ളേർക്ക് അവർക്ക് ഈ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനൊക്കെ വരച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് വരയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്താൽ അവർ പെട്ടെന്ന് അവർക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡോഗ് എന്ന് പറയുമ്പോൾ അവര് കണ്ടിട്ടുണ്ട്, പക്ഷെ പല മൃഗങ്ങളെ അവർ കണ്ടിട്ടില്ല. പക്ഷെ അവരെ നമ്മളൊരു പിക്ചർ വരയ്ക്കുകയോ അല്ലെ കാണിച്ചു കൊടുക്കുകയോ ചെയ്താൽ അവർ പെട്ടെന്ന് അത് മറക്കാതെ അവർ മറക്കത്തേ ഇല്ല. പിന്നെ ഇല്ല, ശരിയാ. അതെ. പക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അവർ സെറ്റ് ആയിപ്പോയത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാ അല്ലെ? ചെറുപ്പത്തിൽ അത് സെറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, വളരെ ഡിഫിക്കൽട്ട് ആണത്. ഞാൻ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചത് മാത്രമേ വീട്ടിൽ വന്നു കഴിഞ്ഞാല് അത് മാറ്റി പറഞ്ഞാലും സമ്മതിക്കില്ല. ടീച്ചർ അതാ പറഞ്ഞേന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയായിരുന്നു. നമ്മളുടെ ഒരു മലയാളം മിസ് ഉണ്ടായിരുന്നു. ആളെല്ലാം സോങ് വഴിയാണ് നമ്മളെ കൂടുതലും പഠിപ്പിക്കുക. പക്ഷെ നന്നായി മനസ്സിൽ നിൽക്കും. ഇപ്പം എനിക്കൊക്കെ നമ്മൾ ഈ രാമായണത്തിലൊക്കെ ഈ 6 കാണ്ഡങ്ങൾ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ക്ലിക്ക് ആവില്ലല്ലോ. അപ്പൊ ആളതൊരു സോങ് പോലെ പഠിച്ച് ഇന്നും നമുക്കത് പെട്ടെന്ന് അത് ഇങ്ങനെ മൈൻഡിൽ നിന്ന് പോവില്ല, നല്ല പോലെ നിൽക്കും അങ്ങനത്തെ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു എനിക്കറിയാം അത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കറക്റ്റായിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ പാടുമ്പോൾ നമുക്കത് പഠിക്കാനും എളുപ്പമാണ്. മിസ്സേ അതൊന്ന് പാടാൻ പറയൂ മിസ്സേ, 6 കാണ്ഡങ്ങളുടെ വെച്ചിട്ട്. ഞാൻ പാടാം. ബാലകൻ അയോധ്യയിൽ അരണ്യം പുക്ക ശേഷം കിഷ്കിന്ധ്യ രാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. ഇതിൽ 6 ഉണ്ട്. കേൾക്കുന്നവർക്ക് അത് ബാലകൻ അയോധ്യയിൽ. അപ്പൊ ബാലകാന്ഡം വന്ന അയോധ്യകാന്ഡം വന്നല്ലോ അതില്. അരണ്യം പുക്ക ശേഷം അപ്പൊ അരണ്യകാന്ഡം വന്നു, കിഷ്കിന്ധ്യകാന്ഡം വന്നു. കിഷ്കിന്ധ്യ രാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു. സുന്ദരകാന്ഡം വന്നു, യുദ്ധകാന്ഡം വന്നു. അതിങ്ങനെ കറക്റ്റ് നല്ലതിൽ പറയുമ്പോൾ നമുക്ക് നല്ലതിൽ നിൽക്കും. അതുപോലെ ആള് കുറെ കാര്യങ്ങൾ അങ്ങനെ സ്ട്രോങ് ആയി പഠിപ്പിക്കും. ഞാനിപ്പം കുഞ്ഞുങ്ങളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്തിരി സോങ് പോലെ പഠിപ്പിക്കും. അപ്പൊ അവർക്ക് ഇത്തിരി മൈൻഡിൽ നിൽക്കാനും നല്ലതായി നിൽക്കും. PSC പഠിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ കുറെ കോഡൊക്കെ ഉപയോഗിച്ചാണ് പഠിക്കുന്നത് അല്ലേ? പെട്ടെന്ന് ക്ലിക്ക് ആവും മനസ്സില്. ഫസ്റ്റ് ലെറ്റേഴ്സ് ഇപ്പൊ നമ്മൾ പ്രൈം മിനിസ്റ്ററിന്റെ അല്ലെങ്കിൽ എന്താണ് പ്രസിഡന്റിന്റെ പേരൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ്. ഫസ്റ്റ് ലെറ്റർ കണക്ട് ചെയ്ത് ഒരു പാട്ടുണ്ടാക്കി ഒരു സോങ് ആയിട്ടാണ് പഠിക്കുന്നത്. നമുക്കത് ഒരിക്കലും മറക്കില്ല. കറക്റ്റ് ആ ഓർഡറിൽ അത് കിടക്കും. ഓക്കെ, PSC പഠിക്കുന്നവർക്ക് അറിയാം അങ്ങനെ കോഡ്സുകൾ യൂസ് ചെയ്ത PSCയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. പിന്നത്തെ ഒരു ഇതാണ് ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റി കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്നതാണോ കുട്ടികളുടെ ഡെവലപ്മെന്റിന് നല്ലത്? ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഗ്രൂപ്പ് ആക്ടിവിറ്റി. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ കൺസിഡറേഷൻ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരേപോലെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ? എല്ലാവരുടെ അഭിപ്രായം ഇൻക്ലൂഡ് ചെയ്തല്ല ഒരു പൊതു അഭിപ്രായം പറയണത്. കൊടുക്കുമ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ ഒരു 5 പേര് ഇത് കംപ്ലീറ്റ് ചെയ്യും. ബാക്കി 5 പേര് എന്ത് ചെയ്യും? അത് ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലേ? അവരുടെ ഓൺ ഐഡിയാസ് അല്ലേ? അപ്പൊ ഏതാണ് ബെറ്റർ? ഗ്രൂപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. ഓരോ കുട്ടികളുടെ മെന്റൽ എബിലിറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഓരോ കുഞ്ഞിന്റെ എബിലിറ്റി ഇത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കുട്ടികളുടെ കേപ്പബിലിറ്റീസ്, ഓരോ കുട്ടികളുടെ അറിവുകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കാൻ ഒരു ടീച്ചർക്ക് പെട്ടെന്ന് കഴിയുന്നത് എങ്ങനെയാണ്? ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റീസ്, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കുട്ടികൾക്കും ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? ആണോ? അപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പറഞ്ഞവർ എങ്ങോട്ട് പോയി? എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് ചിലർക്ക് അതില് എല്ലാത്തിലും ആൻസർ പറയാൻ കഴിയില്ലാത്തവരുണ്ടായിരിക്കും, സൈലന്റ് ആയിട്ട് ഇരിക്കണോണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്കിപ്പോ കുറെ പേര് വർത്താനം പറയുമ്പോ തിരിച്ച് ഒരു മറുപടി പറയാൻ പെട്ടെന്ന് സാധിക്കില്ലാത്തവരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഉള്ളില് ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോ ഇപ്പൊ ഒരാശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ചിന്തിച്ച് പെട്ടെന്ന് വേറൊരു പോയിന്റ് അവന്റെ ഉള്ളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്.
അപ്പൊ അവന്റെ പോയിന്റ് ആയിരിക്കും ചിലപ്പോ മെയിൻ ആയിട്ട് വന്ന പോയിന്റ്, അവന്റെ ഉള്ളിൽ നിന്ന് വന്ന പോയിന്റ് ആയിട്ടായിരിക്കും മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഈ ഗ്രൂപ്പിലേക്ക് ഫസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാനും വിചാരിച്ചത് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ, അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൂടും. പിന്നെ മറ്റേ ആള് ചെയ്യണ കണ്ടിട്ട് എനിക്കും ചെയ്യണം എന്ന് തോന്നാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാ പറഞ്ഞത്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ കൊടുക്കണം കുട്ടികൾക്ക് അല്ലേ? ശില്പയുടെ ഒപ്പീനിയൻ എന്താ? ഇൻഡിവിജ്വൽ ആണോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊടുത്താലാണ് അവരുടെ എബിലിറ്റി എന്താണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ഗൈഡൻസ് അവർക്ക് എവിടെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആകുമ്പോൾ ഒരുപാട് പേര് നല്ലതായിട്ട് ചെയ്തു കഴിയുമ്പോൾ ആ ഒരാൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ആ കുട്ടി മറ്റൊരാളുമായിട്ട് അവർ കമ്പയർ ചെയ്യും. അവർക്ക് പറ്റിയില്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ഡൗട്ടും അതേപോലെ തന്നെ ഒരു അബദ്ധം വരും. അപ്പൊ അത് ഓരോ കുട്ടികളും ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടേതായ കഴിവിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ നമ്മൾ ഓക്കെ ആക്കി കൊണ്ടുവരണം. അതെ, പിന്നെന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു പ്രോബ്ലം കൊടുത്താല് എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ? ഫൈനൽ സോൾവ് ചെയ്യുന്നത്, ഫൈനൽ റിസൾട്ട് ഒരേപോലെ ആയിരിക്കില്ല ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴും അല്ലെ? അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു പ്രോബ്ലം കൊടുത്താൽ എങ്ങനെയാണ് അതെങ്ങനെ സോൾവ് ചെയ്യാം? ഓരോ കുട്ടികൾക്കും എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് യൂസ് ചെയ്ത് അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് പറഞ്ഞു. ബിൽഡിംഗ് ബ്ലോക്സ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് എങ്ങനെയാ ബിൽഡിംഗ് ബ്ലോക്സില് ഫുൾ എല്ലാം ഇങ്ങനെ അടക്കി വെക്കും. പിന്നെ ചിലവരുടെ മൈൻഡിലുള്ള ഇതനുസരിച്ചിട്ട് ചില വണ്ടികൾ ഉണ്ടാക്കാൻ നോക്കും. ചിലർ പറയും മാം ഇത് ടവർ ആണെന്ന് പറയും, ചിലർ പറയും മാം ഇത് വണ്ടിയാണെന്ന് പറയും. അവരുടെ ഓരോരുത്തരും കുട്ടികൾ നോക്കി കാണുന്ന വ്യൂ പലതും പലരായിരിക്കും. ചിലർ ഭയങ്കര വൈഡായിട്ട് നോക്കി കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മോണ്ടിസോറിയിലെ കുട്ടികൾക്ക് എങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു എന്താണ് സൂപ്പർവിഷൻ ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ എല്ലാത്തിനും കുട്ടികളെ അസിസ്റ്റ് ചെയ്യേണ്ട, ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ റോൾ ഓഫ് ടീച്ചർ, ഒരു ടീച്ചറിന്റെ റോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഇൻ മോട്ടോർ ഡെവലപ്മെന്റിന് മോണ്ടിസോറി എൻവയോൺമെന്റിൽ എന്താണ് ടീച്ചറിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ടീച്ചറിന്റെ റോൾ എന്താണ്? ജസ്റ്റ് ഒബ്സർവർ ആയിരിക്കണം. എല്ലാത്തിനും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയും വേണം, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. എല്ലാത്തിലും അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടികൾക്ക് ഹെൽപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കുട്ടികൾ അവരുടെ ഓൺ ഐഡിയാസ് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തോട്ടെ. ഓക്കെ, അവർക്ക് ഇന്ന് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ MCQ ഞാൻ അപ്പൊ അയച്ചേക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.